കേരളത്തിന് സുപ്രീം കോടതിയുടെ കൈത്താങ്ങ്. ശമ്പളവും പെൻഷനും പോലും നൽകാൻ കഴിയാതെ അതിഗുരുതര സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന സംസ്ഥാനത്ത് ഔഷധമായി മാറി സുപ്രീം കോടതിയുടെ നിർണായക ഇടപെടൽ. കേരളത്തിന്റെ ഇപ്പോഴത്തെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ കൂടുതൽ ധനസഹായം ലഭിച്ചേ തീരൂ എന്നാണ് ചൊവ്വാഴ്ച സംസ്ഥാനത്തിനു വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബൽ പരമോന്നത കോടതിയിൽ ഉന്നയിച്ചത്. വായ്പാ പരിധിയിൽ കേരളത്തിന് പ്രത്യേക പരിഗണന നൽകണമെന്ന സംസ്ഥാനത്തിന്റെ ആവശ്യത്തോട് സുപ്രീം കോടതി അനുകൂല നിലപാടാണ് സ്വീകരിച്ചത്. പ്രത്യേക സാഹചര്യത്തിൽ ഇളവ് നൽകുന്നതിൽ എന്താണ് തെറ്റെന്നാണ് സുപ്രീം കോടതി കേന്ദ്രത്തോട് ചോദിച്ചത്. കേരളത്തിന് ഒറ്റത്തവണ സാമ്പത്തിക രക്ഷാ പാക്കേജ് പരിഗണിക്കണമെന്നും തീരുമാനം ബുധനാഴ്ച തന്നെ അറിയിക്കണമെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചു. കേരളത്തിന് ഇപ്പോഴാണ് സാമ്പത്തിക സഹായം ലഭിക്കേണ്ടതെന്ന് അടുത്ത 10 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യാൻ കഴിയുമെന്നും കോടതി കേന്ദ്ര സർക്കാരിനോട് ചോദിച്ചു. കേരളത്തിന് എത്ര തുക നൽകാൻ കഴിയുമെന്ന് ആലോചിച്ച് കോടതിയെ അറിയിക്കാനും കോടതി ആവശ്യപ്പെട്ടു. കേരളത്തിന് ഇളവ് അനുവദിച്ചുകൂടെ എന്ന ചോദ്യത്തിന് ഇളവ് അനുവദിച്ചാൽ മറ്റു സംസ്ഥാനങ്ങളും ഈ ആവശ്യം ഉന്നയിക്കുമെന്നായിരുന്നു കേന്ദ്രത്തിന്റെ മറുപടി. അതോടെ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന് കോടതി നിർദ്ദേശിച്ചു. മാത്രമല്ല വിശാല മനസ്സോടെ പ്രവർത്തിക്കണമെന്നും കേന്ദ്ര സർക്കാരിനോട് സുപ്രീം കോടതി പറഞ്ഞു. 10 ദിവസത്തേക്കുള്ള ഇളവ് അനുവദിച്ചുകൂടെ എന്ന് ചോദിച്ച കോടതി ബുധനാഴ്ച രാവിലെ 10:30 തീരുമാനം അറിയിക്കാനും നിർദ്ദേശം നൽകി. കേരളത്തിന് ഇളവ് അനുവദിക്കുന്നത് സംബന്ധിച്ച തീരുമാനമാണ് അറിയിക്കേണ്ടത്. അടുത്ത 10 ദിവസത്തേക്ക് കേരളത്തെ സഹായിക്കാൻ ഇളവ് പരിഗണിക്കണം. ഈ സാമ്പത്തിക വർഷമാണ് പ്രശ്നമെന്നും കോടതി ചൂണ്ടിക്കാട്ടി. എന്നാൽ പരമാവധി കൊടുത്തു കഴിഞ്ഞുവെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. എങ്കിലും പ്രത്യേക സാഹചര്യത്തിൽ വ്യവസ്ഥകളിൽ ചെറിയ ഇളവ് കൊടുത്താൽ എന്താണ് പ്രശ്നമെന്ന് സുപ്രീം കോടതി ആരാഞ്ഞു. കടുത്ത നിബന്ധനകൾ അടുത്ത സാമ്പത്തിക വർഷം വെക്കാനും സുപ്രീം കോടതി നിർദ്ദേശിച്ചു. ഇതോടെയാണ് തീരുമാനം ബുധനാഴ്ച അറിയിക്കാമെന്ന് കേന്ദ്രം വ്യക്തമാക്കിയത്. നേരത്തെ നൽകാമെന്ന് സമ്മതിച്ച 13,600 കോടി രൂപ സഹായത്തിൽ 8,000 കോടി രൂപ ഇതിനോടകം തന്നെ നൽകിയെന്നും 4,500 കോടി രൂപ ഊർജ മന്ത്രാലയം കൂടി നൽകേണ്ടതുണ്ടെന്നും അറ്റോർണി ജനറൽ കോടതിയെ അറിയിച്ചു. 5,000 കോടി ഏപ്രിൽ 1 നൽകാമെന്നും കേന്ദ്രം വ്യക്തമാക്കി. കടമെടുപ്പിനുമേൽ ഏർപ്പെടുത്തിയ നിയന്ത്രണം നീക്കണമെന്നാണ് കേരളം നൽകിയ ഹർജിയിലെ പ്രധാന ആവശ്യം. ഫെഡറൽ സംവിധാനത്തെ തകർക്കുന്ന കേന്ദ്ര ഇടപെടലുകൾ അവസാനിപ്പിക്കുകയും വേണം. ഈ ആവശ്യവുമായി കേന്ദ്രത്തിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ച ആദ്യ സംസ്ഥാനമാണ് കേരളം. സുപ്രീം കോടതിയുടെ ഇടപെടലോടെ തൽക്കാല ആശ്വാസം സംസ്ഥാനത്തിന് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം. എന്നാൽ ഓരോ തവണയും ഇങ്ങനെ സംസ്ഥാനം കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക സഹായത്തിനായി കോടതിയെ സമീപിക്കേണ്ടി വരുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. അതിനിടെ കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം കേന്ദ്ര സർക്കാർ തന്നെയെന്ന് ആവർത്തിച്ച് ധനമന്ത്രി KN ബാലഗോപാൽ രംഗത്തു വന്നു. കേന്ദ്രത്തിൽ നിന്നും കേരളത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന പണം നേർപകുതിയായി കുറഞ്ഞു. ലഭിക്കേണ്ട പണം കിട്ടുന്നില്ല. കഴിഞ്ഞ വർഷം 42,000 കോടി രൂപയാണ് കേന്ദ്രത്തിൽ നിന്നും കിട്ടേണ്ടിയിരുന്നത്. എന്നാൽ ആകെ 21,000 കോടി രൂപ മാത്രമാണ് കിട്ടിയത്. കിട്ടേണ്ട പണം കേന്ദ്രത്തിന്റെ തെറ്റായ കണക്കുകൂട്ടൽ വന്നത് കാരണമാണ് കുറഞ്ഞത്. കേന്ദ്രം സംസ്ഥാനങ്ങളോട് കാണിക്കുന്ന വിവേചനമാണ് പ്രശ്നം. അർഹമായ നികുതിയല്ല കേന്ദ്രം പങ്കുവെക്കുന്നത്. പ്രധാനമന്ത്രി കഴിഞ്ഞ 20 ദിവസത്തിനിടെ 18 ലക്ഷം കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വിവിധ സംസ്ഥാനങ്ങളിൽ തറക്കല്ലിട്ടു. സംസ്ഥാനങ്ങളുടെ പേരുകൾ പറയുന്നില്ല. കേരളത്തിന് എത്ര കിട്ടിയിട്ടുണ്ടെന്ന് നിങ്ങൾ ആലോചിച്ചാൽ മതി. ഒരു സംസ്ഥാനത്തിന് മാത്രം 10 ലക്ഷം കോടിയുടെ പദ്ധതിയാണ്. ഇത്തരം കാര്യങ്ങളിൽ ഒരു ബാലൻസ് വേണം. കേരളത്തിൽ വരേണ്ട നിക്ഷേപം വരണം. അതിനൊപ്പം എല്ലാ സംസ്ഥാനങ്ങളിലും വരണമെന്നും ബാലഗോപാൽ പറഞ്ഞു.